നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് സംഭവിച്ചേക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്. കല്യാണ പെണ്ണിന്റെ അമ്മാവനെ വരെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നമുക്ക് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെ നോക്കാം. അതെ, ഇവിടെ മാത്രം പോരാ, ദേ ആ കാണുന്ന ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലും അലങ്കരിക്കണം. അതാ പെണ്ണിന്റെ വീട്. ഞങ്ങളോട് ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ ലൈറ്റ് വേണമെങ്കിൽ വേറെ എടുത്തിട്ട് വരണം. അതുമല്ല, പറഞ്ഞിരുന്ന പൈസ എന്താ കയ്യില്ല. കാശൊക്കെ എത്ര വേണേലും തരാം. ആദ്യം ഗസ്റ്റ് ഹൗസിൽ അലങ്കരിച്ചിട്ട് മതി ഇവിടെയൊക്കെ ചെയ്യുന്നത്. സാറേ, അവിടെ ഇവിടെയൊക്കെ വേണം ചെയ്യാം. ഞങ്ങൾ പോയി അഡീഷണൽ ലൈറ്റ് എടുത്തിട്ട് വരാം. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എവിടെയൊക്കെ ലൈറ്റ് ഇടണമെന്നും എങ്ങനെയൊക്കെ വേണമെന്നും ഞാൻ പറയാം. ഈ സാധാരണ കല്യാണ വീട്ടിലൊക്കെ വെൽക്കം എന്നൊരു ബോർഡ് വെക്കൂലേ, അത് പോരാ. ഫ്രണ്ടില് നല്ല ബൾബൊക്കെ ഇട്ട് ബോർഡ് വെക്കണം. അയ്യോ ബോസേ, അതൊന്നും വേണ്ട. അതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ. ഈ ചെടിയിലും മരത്തിലും ഒക്കെ LED ലൈറ്റ് മാല പോലെ അങ്ങ് നിറച്ചങ്ങിടണം. അതെ, ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റിന്റെ അതുവരെയുള്ള വഴി മൊത്തം ലൈറ്റിട്ട് അലങ്കരിക്കണം. നിങ്ങൾ വാ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അല്ല, ഞാനും വരാം. അല്ല ബോസിനെ ഇപ്പോഴത്തെ രീതികളെ കുറിച്ച് അറിയില്ല. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്താടാ നോക്കിയിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്. ഇതെന്താ തൂക്കിയിട്ടേ? കണക്ഷൻ കൊടുത്തത് പറഞ്ഞിട്ടാ നിനക്ക്? കണക്ഷൻ കൊടുത്തില്ലല്ലോ. കൊടുത്തില്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. ചേ ഓ ഓ എന്താ നീ ഇങ്ങോട്ട് വരുന്നില്ലേ? വരാം. നാളെ കല്യാണമാണ്. കല്യാണം മുടക്കാൻ മന്ത്രിയും മന്ത്രമൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാത്ത നീയാ പുറത്തൊന്നും ഉണ്ടാക്കുന്നത്. നീ ഇങ്ങോട്ട് വാ. രഞ്ജിനി ഇവിടെ ഇല്ല. അവളുടെ അമ്മായി മരിച്ചെന്നൊക്കെ പറഞ്ഞ് പോയി നോക്കിയാ പറയുന്നത് ഇവിടെ. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നും പറഞ്ഞ് എതി അവളെ പറഞ്ഞു വിട്ടതാണെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തിനാ എതിയും കൊതിയും ഒക്കെ നോക്കുന്നത്? ആര് വേണമെങ്കിലും പൊയ്ക്കോട്ടെ. നടക്കാനുള്ളത് ഇനിയും നടക്കും. ആ ഹൽദി പോലും നടക്കില്ലായിരുന്നു. അതിനാ അവളുടെ അമ്മാവനെ ഞാൻ അവിടുന്ന് മാറ്റിയത്. എന്നിട്ട് അവര് ആ പ്രിയൻ ദർശനയും കൂടെ പോയി അയാളെ കണ്ടുപിടിച്ചോണ്ട് വന്നില്ലേ? കല്യാണം അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും. ഇന്നത്തെ മെഹന്തി അതും നടക്കും. കല്യാണത്തിന് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. നീ ഇങ്ങനെ മാറി നിന്നിട്ട് എന്ത് കാര്യം? അവിടെ നിന്നോണ്ട് മല മറിക്കുമെന്ന് വാചകം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണക്ക് കൂട്ടിയ ചേച്ചി ഓരോന്ന് ചെയ്യുന്നത്. ദർശനയുടെ കൂടെ നിൽക്കുന്ന ആ പ്രിയ നീ കരുതുന്ന പോലെയൊന്നും അല്ല. അവരെ ആള് സ്ട്രോങ്ങാ, IPS കാരിയാ. അവരുടെ സപ്പോർട്ടിലാ ദർശന ഇപ്പൊ വിലസുന്നത്. അവള് വിലസിക്കോട്ടെ. അവസാനിക്കാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തല അതിപ്പോ തീർന്നോളും. രൂപേഷ് ഇപ്പൊ എവിടെയുണ്ട്? നിങ്ങൾ കണ്ടോ അവനെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്.
അവിടെയാണല്ലോ ഒരുക്കങ്ങളൊക്കെ. ലൈറ്റിന്റെയും ഡെക്കറേഷന്റെയും പിള്ളേരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയെന്നാ തോന്നുന്നത്. അല്ല, നീ ശരിക്കും ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നാളത്തെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാ ഞാൻ. അത് നടക്കാനല്ല, കല്യാണം മുടക്കാൻ. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ നടന്ന ഉടനെ ഞാൻ അവിടെ എത്തും. ആ പ്രിയാദാസ് എന്ന IPS കാരിയോ ഇനി പട്ടാളത്തിൽ നിന്ന് മെഷീൻ ഗണ്ണുമായി കാവല് നിന്നാലും ഈ ഗിരിജ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. നാളെ കല്യാണത്തിന് ദർശനയെ കെട്ടാൻ ഒരുത്തിനെ വേറെ കണ്ടുവെച്ചോ. എന്തായാലും നിങ്ങളുടെ പുന്നാര പെങ്ങളുടെ മോൻ അവളെ കെട്ടില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അതേ, നിങ്ങളൊന്ന് ചെന്ന് നോക്ക് അവൻ എവിടെയുണ്ട് ഇപ്പോന്ന്. മോനെ കാണാതെ നിങ്ങളുടെ പെങ്ങളും വന്ന ബന്ധുക്കളും ഒക്കെ ബഹളം ഉണ്ടാക്കുമ്പോ കെട്ടാൻ പോകുന്ന ചെക്കൻ മുങ്ങിയെന്നറിഞ്ഞ് ആ പെണ്ണ് മോങ്ങിക്കൊണ്ടിരിക്കും. ആ പിരിമുറുക്കം നേരിൽ കാണാനായി അപ്പ ഗിരിജ വരും. വെയിറ്റ് ആൻഡ് സീ. ഹലോ, വടക്കേ വീട്ടിൽ നിന്ന് ചന്ദ്രികമായി വന്നില്ലല്ലോ. കൽപ്പനയും മോളെയും കൂട്ടി തലേന്ന് തന്നെ എത്തുന്ന പറഞ്ഞത്. നാളെ പെണ്ണിനെ ഇറക്കാൻ അമ്മായി വേണ്ടേ? ഞാനതാ ചന്ദ്രികാമ്മായിയോട് പ്രത്യേകം പറഞ്ഞതാ. മോൻ ബാങ്കിൽ വലിയ ഉദ്യോഗസ്ഥനല്ലേ, സോണൽ മാനേജറോ മറ്റോ ആണ്. ചിലപ്പോ നാളെ വരുമായിരിക്കും. മുംബൈയിൽ നിന്ന് മോള് കൽപ്പന നേരിട്ട് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വരുന്ന പറഞ്ഞത്. ശരി. എന്താ അല്ല, ബോസിനെ കണ്ട? അവരിവിടെ ഇവിടെ നിപ്പുണ്ടായിരുന്നല്ലോ. ചിലപ്പോ അകത്ത് കാണും. പിന്നെ പെണ്ണിനെ കാണാതെ ഇരിപ്പുറയ്ക്കാതെ വന്നു കാണും. നീ പോയി നോക്ക്. വാ, അല്ല ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. നീ ചെല്ല. അതെ, നീ രൂപേഷിനെ കണ്ടോ? ഏത് രൂപേഷ്? അതാര്? കുറച്ചു മുമ്പ് നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ, കല്യാണ പയ്യൻ. കുറച്ച് മാലയൊക്കെ ഇട്ടിട്ട്. അയാൾ അപ്പോഴത്തന്നെ അപ്പുറത്ത് പോയി. കുറച്ചുകൂടി LED ലൈറ്റ് കൊണ്ടൊന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞു. നമുക്ക് കൊണ്ടുവന്നാലല്ലേ ചെയ്യാൻ പറ്റൂ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് ചെയ്യായിരുന്നു. എങ്കിലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുത്തുവിടാൻ. ശരി. എന്തായി, വരുന്നില്ലേ? കണ്ടില്ല? പെട്ടെന്നാവട്ടെ. എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. പെട്ടെന്ന് വാ. ശരി. സാറേ, ബോസിനെ എവിടെയും കാണാനില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ലെന്നാ ചോട്ട് പറഞ്ഞ. അല്ല, ബോസ് ഇത് എവിടെ പോയായിരിക്കും? അല്ല, ഉണ്ണി സാറ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോഴല്ലേ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ ലേറ്റ് ഇടുന്ന പറഞ്ഞ പിള്ളേരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ വന്നപ്പോ ഇവിടെ നിപ്പുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയി കാണും. നീ എവിടെ നോക്കിയോ? സാറേ, ഞാൻ അവിടെയൊക്കെ നോക്കി. അവിടെ കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലേ ബോസ് അവിടെ പോയിരിക്കും. ശരി, തരണേ. ഇങ്ങ് നീ രൂപേഷിനെ കണ്ടോ? ഇല്ല. സത്യം പറടാ. ഇത് വലിയ ശല്യമായല്ലോ. ഞാനത് രൂപേഷിനെ പോകലിട്ടുകൊണ്ട് നടക്കണോ? ഇപ്പോഴത്തെ വന്ന് ചോദിച്ചേ ഉള്ളൂ. തരണേ, നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിന്ന നിപ്പിൽ രൂപേഷിനെ കാണാനില്ലെന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല.